ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 ഹാഫ് ഇയർലി 4ാം ക്ലാസ്സിന് നാളെ ഖുർആൻ ഹിഫ്ളാണ് എക്സാം വരുന്നത്. തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞ് 2023 നടത്തിയ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോക്കി ഓതാൻ സൂറത്തുൽ അഹ്സാബാണ് വന്നത്. അതിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ്. അപ്പം നിങ്ങൾക്ക് ഖുർആനിലെ മദ്രസ ഓപ്പൺ ആയത് മുതൽ ഈ ഭാഗം വരെ നിങ്ങൾക്ക് സിലബസ് പ്രകാരം എടുത്ത എല്ലാ സൂറത്തിൽ നിന്നാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇത് ഏത് സൂറത്താണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. അപ്പോൾ ഇവിടെ അഹ്സാബാണ് വന്നത്. അപ്പോൾ ഇത് സൂറത്തുകൾ മാറി വരാം. അപ്പോൾ ഈ സൂറത്ത് ഓതി കൊടുക്കുമ്പോൾ 2, 3, 4 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച തജ്വീദ് നിയമങ്ങളുണ്ട്. അതൊക്കെ പരിഗണിച്ചിട്ട് വേണം ഓതി കൊടുക്കാൻ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ, സാക്കിനായ മീമിൻ്റെ വിധികൾ, പിന്നെന്താണ് മദ്ദുകൾ, മദ് അസ്ലി, ഫർഇ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഫർഇയിൽ 5 ഇനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പം മദ്ദുൽ അസ്ലി, ഫർഇ ഒക്കെ എന്തായാലും അതൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഓതി കൊടുക്കാൻ. പിന്നെ ഹിഫ്ളിന് നിങ്ങൾക്ക് വരുന്നത് വല്ലുഹ മുതലുള്ള താഴോട്ടുള്ള എല്ലാ സൂറത്തുകളും മനഃപ്പാഠമായി പഠിക്കണം. അപ്പോൾ ഇവിടെ സൂറത്തുൽ ഖദർ എന്ന് വന്നിട്ടുണ്ട്, സൂറത്ത് നസ്ർ എന്ന് വന്നിട്ടുണ്ട്, സൂറത്തുൽ കാരിയ, സൂറത്തുൽ സൽസാല, സൂറത്തുൽ ബക്കറ. സൂറത്തുൽ ബക്കറയിൽ നിന്ന് ഫസ്റ്റത്തെ ആയത്ത് നമുക്ക് തജ്വീദുൽ ഖുർആനിൻ്റെ അവസാനത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത് സൂറത്തുൽ ബക്കറയിലുള്ള ഭാഗമാണ്. അതുണ്ട്. ആയത്തുൽ കുർസി ഉണ്ട്. പിന്നെന്താണ് ഉളൂവിൻ്റെ ദുആ, ഉളൂ ചെയ്യുമ്പോഴുള്ള ദിക്ർ, ഉളൂവിൻ്റെ ശേഷമുള്ള ദുആ. പിന്നെന്താണ് നമ്മൾ പഠിച്ച ദിക്റുകളുണ്ട്. ബാത്റൂമിലേക്ക് കയറുമ്പോഴും, ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും, വാഹനത്തിൽ കയറുമ്പോഴും, വീട്ടിലേക്ക് കയറുമ്പോഴും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ ചെല്ലേണ്ട ദിക്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തജ്വീദിൻ്റെ അവസാനത്തിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ദിക്റുകളൊക്കെ ഉള്ള ബുക്ക് നോക്കിയിട്ട് അതൊക്കെ ഓർത്തെടുത്ത് പഠിക്കാം. ഏതാണ് നമുക്ക് വരാമെന്നറിയില്ല. ഇവിടെ ആണ് സുജൂദിൻ്റെ 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ ചെല്ലേണ്ട ദിക്ർ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ് അത്തഹിയാത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുനൂത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ദിക്റുകളും അത് അത്തഹിയാത്ത്, ദുആ, എഴുത്തിദാലിലുള്ള അതൊക്കെ നന്നായി പഠിക്കുക. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഹിഫ്ളിന് വരിക. അപ്പോൾ ഏതാണ് വരിക എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റൂല. എന്തായാലും ആയത്തുൽ കുർസിയും വല്ലുഹ മുതലുള്ള സൂറത്തുകളിൽ നിന്ന് ഏത് സൂറത്തും നിങ്ങൾക്ക് വരാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ തജ്വീദുൽ ഖുർആനിൻ്റെ ബാക്കിൽ വന്ന എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കുക. നമ്മൾ പഠിച്ച ദിക്റുകളൊക്കെ ഓർത്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് 4ാം ക്ലാസ്സിലെ ഖുർആൻ ഹിഫ്ള് എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടത്. നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.